തിരഞ്ഞെടുപ്പ് അടുക്കവേ ചൂടേറിയ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിൽ എല്ലായിടത്തും ഓടിയെത്താനുള്ള തിരക്കിനിടെ ഒരു പിറന്നാൾ ആഘോഷത്തിൽ അപ്രതീക്ഷിത അതിഥിയായി എത്തി ചേർത്തലയിലെ ഇടത് സ്ഥാനാർത്ഥി പി പ്രസാദ്. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ സഹപ്രവർത്തകർ ഒരുക്കിയ പിറന്നാൾ ആഘോഷത്തിൽ മന്ത്രിക്കൊപ്പം കേക്ക് മുറിച്ചതിന്റെ സന്തോഷത്തിലാണ് മിനി ടീച്ചറും ധ്വജം ടീച്ചറും. ആലപ്പുഴയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. ചേർത്തലയിലെ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷനെ വീണ്ടും നേരിടുന്ന മന്ത്രി പി പ്രസാദ് ഇവിടെ ചേർത്തല മൈക്കിൾസ് കോളേജിൽ എത്തിയതാണ്. അപ്പോൾ ഔചാരികമായിട്ടാണ് ഇവിടെ ഒരു ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ മന്ത്രിയുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയ ഒരു സൗഭാഗ്യത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിലും ആകാംക്ഷയിലും ഒക്കെയാണ് മിനി ടീച്ചറും ധ്വജം ടീച്ചറും ഉള്ളത്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഇങ്ങനെ അവിസ്മരണീയമായിട്ടുള്ള ഒരു മുഹൂർത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ തന്നതിൽ സാറിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഞങ്ങൾ ഈ സമയം നേരുകയാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് കൃഷിമന്ത്രിക്ക് എന്താ കോളേജിൽ കാര്യം ചോദിക്കുന്നില്ല? അല്ല, ഈ കോളേജ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ തന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു കോളേജാണ്. കോളേജ് ജനങ്ങളിലേക്കും ജനങ്ങൾ കോളേജുകളിലേക്കും എന്നൊരു പ്രത്യേകമായൊരു ക്യാപ്ഷൻ വെച്ചിട്ട് ഒരുപാട് പരിപാടികൾ നടത്തിയ കോളേജാണ് ഈ ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജ് എന്നുള്ളത്. അതൊരു പുതിയൊരാശയമാണെന്ന് ഈ കോളേജിൻ്റെ അധികാരികൾ കാഴ്ചവെച്ചത്. തന്നെയുമല്ല, ഈ 5 കൊല്ലത്തിനിടയിൽ എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യം നൽകിയ ഒരു കോളേജില്ല. നിരവധിയായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഇവിടെ വെച്ചാണ് നടപ്പിലാക്കിയതും സെൻറ്റ് മൈക്കിൾസ് കോളേജാണ്. അപ്പം ഞാൻ പഠിച്ച കോളേജിനെ പോലെ തന്നെ എനിക്കൊരു സ്വാതന്ത്ര്യവും എനിക്ക് എല്ലാം പിന്തുണയും നൽകിയൊരു കലാലയമാണ് ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജ്. തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേ കല്യാണം ഉണ്ടാവും, ബർത്ത്ഡേ ഉണ്ടാവും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആദ്യത്തെ ബർത്ത്ഡേ ആണോ? തെരഞ്ഞെടുപ്പ് കാലത്തെ ആദ്യത്തെ ബർത്ത്ഡേ ആഘോഷമാണ്. അത് കറക്റ്റാണ്. ചിലയിടത്തെല്ലാം വിളിച്ചെങ്കിലും പോകാൻ പറ്റിയില്ല. വളരെ ഇരുട്ടിയിട്ട് പിന്നെ പോകാൻ പറ്റാത്ത അവസരം. പക്ഷേ ഇന്ന് അവിചാരിതമായിട്ടാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിനിടയിലും തെരഞ്ഞെടുപ്പിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കിടയിലും അവിചാരിതമായിട്ടാണെങ്കിലും ഇതൊരു ആദ്യത്തെ ഇതാണ് എനിക്കുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷങ്ങൾ അധികം ഇങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും ഇതൊരു വേറിട്ട അനുഭവമായിരുന്നു. വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു കേക്കാണ്. ഇവിടെ വിദ്യാർത്ഥികളാണ് സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ടീച്ചേഴ്സ് തന്നെ. ഈ രണ്ടാമത്തെ പീസ് കേക്കാണ്. ഓക്കെ, രണ്ടാമത്തെ പീസ് കേക്കാണ് മന്ത്രി കഴിച്ചത് അല്ലേ? അപ്പൊ ഈ കർഷകനായ മന്ത്രിയാണ്. ഷുഗറുണ്ടോ? ഷുഗർ ഇല്ല. ഇന്നുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. എങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത ആ വീട്ടിൽ അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ഷുഗർ പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. പരമാവധി ഞാൻ പിന്നെ സൈക്കിൾ ഓട്ടുന്നുണ്ട്, ഞാൻ പിന്നെ നടക്കുന്നുണ്ട്. എൻ്റെ രാവിലത്തെ എല്ലാം എൻ്റെ സൈക്കിളിലാണ്. എല്ലാം അത്യാവശ്യം പല കാര്യങ്ങളും വാങ്ങിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ വെറുതെ സൈക്കിൾ എടുത്തിട്ട് ചേർത്തല പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പോകും, ആൾക്കാരെയൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. അതൊരു റുട്ടീൻ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അത്യാവശ്യം നിൽക്കുന്നുണ്ട്. ഇച്ചിരി കൃഷിയൊക്കെ ഉള്ളതുകൊണ്ടും പ്രമേഹ രോഗത്തിന്റെ പിടിയിൽ അമരില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിങ്ങോട്ട് വരുമ്പോഴേ ചില വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞു ടീച്ചറിന് എത്ര വയസ്സായി എന്ന് അവർക്കൊന്നും അറിയണത്. എന്നോട് തന്നെയാണ് 40, 43. നിങ്ങളുടെ മിനിസ്റ്ററാണ്, വീണ്ടും മത്സരിക്കുകയാണ്. അപ്പോൾ ഈ ധ്വജം ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? വിജയത്തിന്റെ വീണ്ടും ഒരു ധ്വജം പ്രസാദ് മിനിസ്റ്റർ പാലിക്കും തന്നെ പിടിക്കട്ടെ സാർ. എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഇപ്പോൾ സാർ ജയിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്നു. കാരണം ഈ ആഘോഷത്തിൽ പങ്കെടുത്തതുകൊണ്ട് എല്ലാവിധമായ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ പി പ്രസാദ് LDFന്റെ സ്ഥാനാർത്ഥി വീണ്ടും വിജയത്തിന്റെ ധ്വജം പാറിക്കുമെന്നാണ് ചേർത്തല മൈക്കിൾസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപികയായിട്ടുള്ള ധ്വജം ടീച്ചർ പറയുന്നത്. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.